കൂത്താട്ടുകുളം നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള ഒരു അവിശ്വാസ പ്രമേയവും ആ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് CPM വിട്ടുനിൽക്കാനുണ്ടായ തീരുമാനവും ആ വിട്ടുനിൽക്കാനുണ്ടായ തീരുമാനം അറിഞ്ഞോ അറിയാതെയോ കലാരാജു എന്ന് പറയുന്ന CPMൽ 10-25 കൊല്ലമായി വർക്ക് ചെയ്യുന്ന ഒരു പാവ സ്ത്രീ അങ്ങോട്ട് UDFലെ ഏതോ കൗൺസിലറുടെ വണ്ടിയിലെത്തുകയും പിന്നെ അവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് CPM അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുകയൊക്കെ ചെയ്ത സംഭവം നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സംഭവത്തെക്കുറിച്ചല്ല എനിക്കിവിടെ പറയാനുള്ളത്. ആ സംഭവത്തിൽ ഇന്ന് നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രകടനത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഈ സംഭവം നിങ്ങളോട് ഞാനൊന്ന് ചുരുക്കി പറയാം. കാരണം ആ സംഭവം നിങ്ങൾക്കറിയാം, കൂത്താട്ടുകുളം നഗരസഭയിൽ വളരെ നേരിയ ഭൂരിപക്ഷമുള്ള CPMനെ പോലെയുള്ള ആളുകൾക്ക് ഒരു അവിശ്വാസ പ്രമേയം വരുന്നു. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിൽ പങ്കെടുത്ത് CPMൻ്റെ ഒരു അംഗം വോട്ട് ചെയ്യുമോ എന്നവർ ഭയക്കുന്നു. ആ ഭയക്കുന്നത് ഈ കലാരാജുവാണ്. കലാരാജു വന്നപ്പോൾ നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള CPMക്കാർ അത് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ തന്നെ വണ്ടിയിൽ ഇവരെ പിടിച്ചു വലിച്ച് ഇവരുടെ സാരിയൊക്കെ പിടിച്ചു വലിച്ച് കഴുത്തിന് പിടിച്ച് നേരെ വണ്ടിയിലേക്ക് ഇടുന്നു. ആ വണ്ടിയിലേക്ക് ഇടുമ്പോൾ ആളുകളൊക്കെ വന്ന് മറയുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണുക സാധ്യമല്ല. അങ്ങനെ വണ്ടിയിലേക്ക് ഇടുന്നു. ഏതാണ്ട് 10-250 മീറ്റർ മാത്രം ദൂരമുള്ള AC ഓഫീസിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ വലിച്ച് കയറ്റിയിട്ടുള്ള ഇവരോട് വളരെ സൗഹാർദ്ദപരമായി സംസാരിച്ചു എന്നുള്ളതാണ് നമ്മുടെ CPMൻ്റെ CN മോഹൻ അടക്കമുള്ള കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത്. സൗഹാർദ്ദമായി സംസാരിക്കാനായിട്ട് ഒരാളെ വിളിച്ചുകൊണ്ട് പോകേണ്ടത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ. 10,200 പേര് ചുറ്റും നിൽക്കുകയും അവിടെ വലിയ യുദ്ധസമാനമായ സിറ്റുവേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ വന്ന് അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ അവർ ചികിത്സ തേടി. പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സൊന്നും വലിയ മൈൻഡ് ചെയ്തില്ല. കാരണം നമുക്കറിയാമല്ലോ, ഡോക്ടേഴ്സും പോലീസുകാരും ഒക്കെ ഭരിക്കുന്ന ഗവൺമെൻറ്റൊപ്പം നിൽക്കുക എന്നുള്ളതും അവരുടെ അടിമകളായി തീരുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടിക്കൊണ്ടുപോകുന്ന കാറ് അവിടെ ജനക്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു വിടാൻ ഏറ്റവും ആദ്യം അവിടെ താല്പര്യം കാണിച്ചത് DYSP തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ സഹായിച്ചതുകൊണ്ട് ആ പാവം ജീവനും കൊണ്ട് ഓടി അവർ നേരെ മാത്യു കുഴൽനാടൻ്റെ വണ്ടിയിൽ കയറിയിട്ട് UDFകാരുടെ സഹായത്തോടുകൂടി ഇവിടെ നമ്മുടെ കടവന്ത്രയിലുള്ള ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവരെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇവരുടെ ഭർത്താവ് മരിച്ച് ഇവരാകെ വിഷമത്തിലായി നിൽക്കുന്ന സമയത്ത് ഇവരൊരു ലോൺ എടുത്തിരുന്നു കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന്. ആ ലോൺ തിരിച്ചടക്കുന്നതിന് നിർവാഹമില്ലാത്തതുകൊണ്ട് CPMൻ്റെ ചില നേതാക്കൾ തന്നെ ഇടനില നിന്നിട്ട് ഇവരുടെ സ്ഥലവും വീടും ഒക്കെ കൂടി വളരെ കുറഞ്ഞ വിലക്ക് വിൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ചെറിയ സംഖ്യ നമ്മുടെ CPMക്കാർ സ്വാഭാവികമായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അടിച്ചു മാറ്റിയത് കൂടാതെ ഇവരുടെ വേറൊരു സ്ഥലത്ത് ഇവർക്ക് കൂടുതൽ വില കൊടുത്ത് മറ്റൊരു വീട് മേടിപ്പിച്ചു കൊടുക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് ആരോപണം. എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തുനിന്നും ഒരു നല്ല ചെറുതല്ലാത്തൊരു സംഖ്യ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. എനിക്കതിൽ വലിയ അവിശ്വാസമൊന്നും തോന്നിയിട്ടില്ല, ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയില്ലെങ്കിൽ. അപ്പോൾ ഈ സംഭവം ഇന്ന് നമ്മുടെ VD സതീശൻ നിയമസഭയിൽ ആദ്യം അനൂപ് ജേക്കബ് ഉന്നയിച്ചു. കാരണം അനൂപ് ജേക്കബാണ് അവിടുത്തെ ഒരു MLA എന്ന് പറയുന്ന അനൂപ് ജേക്കബ് നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ തന്നെ VD സതീശൻ സംസാരിച്ചു. ആ VD സതീശൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ ക്ഷുഭിതനായി എന്നും അദ്ദേഹം സ്പീക്കർ NM ഷംസീറിനോട് തർക്കിച്ചു എന്നുള്ളതുമൊക്കെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോ കൃത്യമായി കണ്ടു. NM ഷംസീർ ആണെങ്കിൽ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു ചെയർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ, പക്ഷെ അവർ മിണ്ടാതിരിക്കുന്നതിന് ഞാനെന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് പാവൻ ഷംസീർ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഷംസീർ പിണറായി കണ്ണൂരിട്ടിയാൽ അവിടെ നിൽക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഷംസീർ പിറ്റേ ദിവസം സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നിസ്സഹായനായ അവിടെ നിന്ന് പറയുകയും ഏറ്റവും ഒടുവിൽ സഹി കെട്ടുള്ള VD സതീശൻ പേപ്പർ വലിച്ചെറിയുകയും അങ്ങേറ്റ രോഷത്തോടുകൂടി ഇതെന്തൊരു തോന്നിയവാസമാണിത് എന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാരണഭൂതനായിട്ടുള്ള നമ്മുടെ ചെങ്കൊടിയുടെ കാവലാളായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹം ഈ സ്ത്രീ കാലുമാറിയത് വളരെ മോശമാണെന്നും കാലുമാറിയാൽ കാല് വെട്ടേണ്ടതാണെന്ന് ഭാഗ്യത്തിന് പറഞ്ഞില്ല. കാരണം കാല് വെട്ടണമെന്ന് പറഞ്ഞ ഒരു DYFIയുടെ സഖാവാണ്. കാരണം ഇവരുടെ കാല് ഡോറിനിടക്ക് വെട്ടു എന്ന് പറഞ്ഞപ്പോൾ കാലവിടെ ചെല്ലട്ടറി ഞാൻ വെട്ടിത്തരാടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഭാഗ്യത്തിന് പറഞ്ഞില്ല. ശരിക്കും അദ്ദേഹം പഴയ വിജയനായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി ആയതുകൊണ്ടും കാരണഭൂതനായതുകൊണ്ടും ചെങ്കൊടിയിലെ കാവലാളായതുകൊണ്ടും അദ്ദേഹം വേറെ ആക്ഷനൊന്നും കാണിച്ചില്ല. നമ്മുടെ ബോബി ചെമ്മണ്ണൂരൊക്കെ പറയുന്ന പോലെ പറഞ്ഞില്ല, MM മണി പറയുന്ന പോലെ പറഞ്ഞില്ല. അത്രയും നമുക്ക് ഭാഗ്യം. പക്ഷെ അദ്ദേഹം ഇതിനെ ന്യായീകരിച്ചു. കാരണം കാലുമാറ്റം നടത്തുന്നത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ന്യായീകരിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രവൃത്തി അങ്ങ് ന്യായീകരിക്കാമോ, ഇത്തരത്തിൽ അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്
വി.ഡി. സതീശൻ അറിയേണ്ട ഒരു കാര്യം, ഇത് CPM-കാരാണ്. CPM-കാർ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ തന്നെ ന്യായീകരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം പിണറായി വിജയനെ പോലെയുള്ള നിരവധി ഏരിയ സെക്രട്ടറിമാരെ പിണറായി വിജയൻ സൃഷ്ടിച്ചതിൻ്റെ ഒരു കൂടി ഫലമാണ് എന്നുള്ളത് പിണറായിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുകളുടെ നേതാവായിട്ടാണ് പിണറായി ഇരിക്കുന്നതെന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമല്ല, വി.ഡി. സതീശനോടാണ് പറയാനുള്ളത്. ബാക്കി CPM-നോടോ പിണറായി വിജയനോടോ ഒന്നും പറഞ്ഞതുകൊണ്ട് അവരൊന്നും മാറാൻ പോകുന്നില്ല. ഇനിയും ചിലപ്പോൾ പല കലാരാജുമാരെയും വേണമെങ്കിൽ അവർ കിഡ്നാപ്പ് ചെയ്യും, അവരുടെയൊക്കെ സ്ഥലം അടിച്ചു മാറ്റും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. പക്ഷേ എനിക്ക് വി.ഡി. സതീശനോട് പറയാനുള്ളത്, അങ്ങ് സഭക്കകത്ത് മാത്രമേ ഈ രോഷപ്രകടനവും അതുപോലെ നന്നായി പ്രകടനവും കാഴ്ചവെച്ചാൽ പോരാ. അങ്ങ് ശരിയാണ് ലീഡർ ഓഫ് ഒപ്പോസിഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, നമുക്കിപ്പോൾ സഭക്കകത്തും പുറത്തും അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണെന്ന് പറയുന്ന പോലെ സഭക്കകത്ത് മാത്രമല്ല ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവ് അദ്ദേഹം താങ്കൾ പുറത്തും പ്രതിപക്ഷ നേതാവാണ്. ഇപ്പം താങ്കൾ പാലക്കാടിലെ ബ്രൂവറിയുടെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ പറയുന്ന കലാരാജുവിൻ്റെ അടക്കമുള്ള കേസുകൾ ഒരു ഓൾ കേരള ലെവലിൽ ചർച്ചയും പ്രക്ഷോഭവുമാക്കി മാറ്റാൻ പ്രതിപക്ഷത്തിന് കഴിയണം. അത് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ വളരെ നിർജീവമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി മാറിയിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വനനിയമം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നു. അത് ഗവൺമെൻറ് പിൻവലിക്കാൻ തയ്യാറായി. എന്തുകൊണ്ട് പിൻവലിക്കാൻ തയ്യാറായി? ഏറ്റവും ആദ്യം അത് PV Anwar ഉയർത്തുകയും ആ PV Anwarനെ ചുവട് പിടിച്ചുകൊണ്ട് UDF-ഉം മുസ്ലിം ലീഗും ബാക്കിയുള്ള പാർട്ടിക്കാരും പുറകെ പോകേണ്ട അവസ്ഥയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും CPM ചെയ്യുന്ന അസന്മാർഗികവും അധാർമികവും ഇതുപോലെ പോക്രിത്തരവും തോന്നിയവാസവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് കലാരാജുവിനെയൊക്കെ തട്ടിക്കൊണ്ടുപോകാനുള്ള ധൈര്യം കൂത്താട്ടുകുളം നഗരസഭയിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറിക്ക് പോലും കിട്ടുന്നത്. ഇന്ന് 4 പേർ പിടിയിലായിട്ടുണ്ട്. ഒന്ന് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ്. ഈ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പിടിയിലാകുമ്പോൾ വി.ഡി. സതീശനൊക്കെ അറിയേണ്ട ഒരു കാര്യം, ഇവരിങ്ങനെ പറ്റിക്കപ്പെട്ടുവെന്നും ആ പറ്റിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ അവിടെയുള്ള UDF കൗൺസിലർമാരടക്കം നിരവധി UDF-ന്റെ ആളുകൾക്ക് അറിയാമായിരുന്നു. അത്തരം പ്രശ്നങ്ങളിൽ താങ്കൾ ഇനിയെങ്കിലും ഗൗരവത്തോടുകൂടി സഭക്ക് പുറത്തിടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഭക്ക് പുറത്തും ഈ രോഷം കാണിക്കണം. സഭാ TV എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്പീക്കറുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. ആ സ്പീക്കറുടെ നിയന്ത്രണത്തിലുള്ള കാര്യത്തിൽ താങ്കളുടെ രോഷം പുറത്തേക്ക് വരുമ്പോൾ ശരിയാണ്, അത് കുറച്ച് പേർ ചർച്ചാ വിഷയമാകും, ചിലപ്പോൾ മാധ്യമങ്ങളിൽ ഒരു ദിവസത്തെ ചർച്ചയ്ക്ക് വിധേയമാകും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് VS അച്യുതാനന്ദനൊക്കെ ചെയ്തതുപോലെ, മറ്റ് പ്രതിപക്ഷ നേതാക്കളൊക്കെ ചെയ്തതുപോലെ, ജയപ്രകാശ് നാരായണനൊക്കെ ഇന്ത്യയിൽ ചെയ്തതുപോലെ ജനങ്ങളുടെ കാതലായിട്ടുള്ള വിഷയങ്ങൾ സഭയ്ക്ക് പുറത്ത് വലിയ പ്രക്ഷോഭമാക്കാൻ താങ്കൾക്ക് കഴിയണം. അതിന് ഏറ്റവും കുറഞ്ഞ പക്ഷം രാഹുൽ ഗാന്ധിയെങ്കിലും കണ്ടുപിടിക്കണം. ജോഡോ യാത്രയും അതിനുശേഷമുള്ള 2 യാത്രകളുമൊക്കെ അദ്ദേഹം നടത്തിയപ്പോൾ ആ തെരുവുകളിൽ ജനത്തിനോടൊപ്പം നിന്ന് സമരം ചെയ്തതുകൊണ്ടാണ് 50 സീറ്റിൽ നിന്ന് 199 സീറ്റാക്കി ഈ പറയുന്ന കോൺഗ്രസിനെ ആളുകൾ, ഇന്ത്യയിലെ ജനങ്ങൾ വളർത്തിയത് എന്നുള്ള കാര്യം വി.ഡി. സതീശൻ മറന്നുപോകേണ്ട. ഇപ്പോൾ ഈ പറയുന്ന UDF-നുള്ളത് ഈ പറയുന്ന പോലെ വളരെ കുറച്ച് സീറ്റുകളാണ്. ആ 99 സീറ്റുകൾ ആർക്കാണ്? CPM-നായിരുന്നു. ഇപ്പോൾ 1 സീറ്റ് LDF സ്വർണ്ണം വിട്ടപ്പോൾ 98 സീറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ 140-ൽ ബാക്കിയുള്ള 42 സീറ്റുകളെ UDF-നുള്ളൂ. അപ്പോൾ ആ 42 സീറ്റുകളിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ 30-40 സീറ്റുകളെങ്കിലും കൂടുതൽ കിട്ടണമെങ്കിൽ വി.ഡി. സതീശൻ സഭക്കകത്ത് മാത്രം താങ്കൾ പ്രതിപക്ഷ നേതാവായാൽ പോരാ, പകരം ജനങ്ങളുടെ ഒപ്പം തെരുവുകളിൽ നിന്ന് സമരം ചെയ്യാൻ കൂടി തയ്യാറാകണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തോടും ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനോടും കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ കലാരാജുമാരും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ നാട്ടിൽ ആവർത്തിക്കപ്പെടും. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയാണ്.